ഇന്ന് നമ്മൾ ഈ ഒരു ചിത്രത്തിൻ്റെ വാട്ടർ കളർ ചെയ്യാൻ പോവുകയാണ്. ഒരു ഓടിട്ട വീടും അതിൻ്റെ ഒരു പരിസരവും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീനറിയാണ് ഇപ്പോൾ നമ്മൾ കൺമുന്നിൽ കാണുന്നത്. കുറച്ച് വെട്ടുകല്ല്, ഒരു വാഴ, ഒരു വീട്, പിന്നെ കുറച്ച് കുറ്റിച്ചെടികൾ, പിന്നെ ഒരു ടാർ ചെയ്യാത്തൊരു റോഡ്, അത്രയുള്ള ഇതിൽ സംഭവങ്ങൾ വരുന്നുള്ളൂ. സാപ്പ് ഗ്രീനും യെല്ലോയും മിക്സ് ചെയ്ത് കണ്ടാണ് നമ്മളിപ്പോൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് കുറച്ച് നീല കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഓടിൻ്റെ കളറ് ചെയ്യുന്നത്. അത് ഓടിൻ്റെ കളറിന് നമ്മൾ ബേൺസീൻ എടുത്താൽ മാത്രം ശരിക്ക് ഓടിൻ്റെ കളർ കിട്ടും. പിന്നെ അതിലേക്ക് കുറച്ച് യെല്ലോ കൂട്ടി കൊടുക്കുക, ചില ഭാഗങ്ങളിൽ റെഡ് കൂട്ടി കൊടുക്കുക. വളരെ കുറച്ച് റെഡ് കൂട്ടി കൊടുത്താൽ തന്നെ നമുക്കൊരു ഓടിൻ്റെ കളർ കിട്ടും. പിന്നെ ഓടിൻ്റെ അടിയിലുള്ള ഈ ലൈൻ എങ്ങനെ കുറച്ച് ഡാർക്കാക്കി കൊടുക്കാമെന്ന് പലർക്കൊരു സംശയം ഉണ്ടാകും. അതിക്ക് നീലയും റെഡും മിക്സ് ചെയ്താൽ ഈ ഒരു കളർ കിട്ടും. വളരെ കുറച്ച് ബ്ലാക്ക് ചില ഏരിയകളിൽ മാത്രം എടുത്താൽ ഒന്നും കൂടി ഡാർക്കാവും. നീലയും റെഡും മിക്സ് ചെയ്താൽ തന്നെ ഈ ഒരു കളർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഓട് വരക്കുമ്പോൾ യെല്ലോ, ബേൺസീന എന്ന ബ്രൗൺ കളറ്, പിന്നെ റെഡ്, ബ്ലൂ, ഈ 4 കളർ കൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ഓടിട്ട വീട് സിമ്പിളായിട്ട് വരക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അത് ഇവിടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ വാട്ടർ കളറിൽ ചെയ്യുമ്പോൾ ഇവിടെ നന്നായിട്ട് കുറച്ച് വെള്ളം കൂടുതലായിട്ട് എടുത്തുകൊണ്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ബ്രഷ് ഒന്ന് തുടക്കുന്നത് നന്നാവും. എന്നിട്ട് ഇതുപോലെ ഷെയ്ഡ് ചെയ്താൽ ഇങ്ങനെ പരത്തി കിട്ടും. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് യെല്ലോ കൂട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിങ്ങനെ വാട്ടർ കളർ ചെയ്യുമ്പോൾ ശരിക്കൊരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവിടെ ഷാർപ്പ് ഞാൻ ചെയ്യുന്നത്. ഒരു 2-3-4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ്, 2 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ലൊരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അതിലിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്താൽ ശരിക്കൊരു ഓടിൻ്റെ കളർ തന്നെ ആയി മാറും. ഇവിടെ നമ്മൾ യെല്ലോ ആണ് നേരത്തെ പറഞ്ഞതിനേക്കാൾ എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുള്ളത്. ഓടിട്ട വീട് ടെറസ് വീടിനേക്കാൾ കുറച്ച് റിസ്ക് ആണ്, പക്ഷേ ഒന്ന് പടിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയുമാണെന്ന് പറയാം. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലെമൺ യെല്ലോ ആദ്യമായിട്ട് എടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ജസ്റ്റ് അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ അതിലേക്ക് കുറച്ച് സാപ്പ് ഗ്രീന് മിക്സ് ചെയ്ത് കൊണ്ട് നമുക്ക് ഈ കളറ്, ഈ ഒരു പുല്ലിൻ്റെ കൂട്ടം, ഒരു കുറ്റിച്ചെടിയാണ് നമ്മൾ വരക്കുന്നത്, അത് നമുക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാം. നമ്മൾ ഇനി വരക്കാൻ പോകുന്നത് ഒരു ഗ്രാമീണ റോഡാണ്, ടാർ ചെയ്യാത്ത റോഡ്. അപ്പോൾ അത് വരക്കുമ്പോൾ 2 കളർ മാത്രം എടുത്താൽ മതിയാവും. കാംബോജ് ഹ്യൂ ആൻഡ് ബേൺസീന, അത് മാത്രം എടുത്താൽ തന്നെ ഒരു റോഡ് വരക്കാം. പക്ഷെ അതിലേക്ക് നമ്മൾ ചില സ്ഥലങ്ങളിൽ ഈ റോഡാകുമ്പോൾ വെള്ളം കുത്തിയൊലിച്ച പാടുകളൊക്കെ നമുക്ക് വരക്കേണ്ടി വരും ഗ്രാമീണ റോഡൊക്കെ വരക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് കുറച്ച് റെഡ് ചേർക്കുക. റെഡ് ബേൺസീനെ മിക്സ് ചെയ്താൽ തന്നെ ആ ഇത് കിട്ടും.
അപ്പോൾ കണ്ടില്ലേ ആ ഒരു വരകൾ, അതൊക്കെ അതേപോലെ തന്നെ എടുക്കാൻ കഴിയും. നമ്മൾ വെട്ടല് വരക്കാണ്. അത് വെട്ടല് വരക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിലേക്ക് ഒന്നായിട്ട് കളറ് എടുക്കരുത്. റെഡ്, ബേൺസീന, കുറച്ച് യെല്ലോ, ചില സ്ഥലങ്ങളിൽ മാത്രം ബ്ലൂ, ഇത് മൂന്നും ചെറുതായിട്ട് മിക്സ് ചെയ്താൽ ഈ ഒരു വെട്ടല് നമുക്ക് ഉണ്ടാക്കാം. ഈ വീടിൻ്റെ താഴെയുള്ള ഈ ഷെയ്ഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് കുറച്ച് ബ്ലാക്ക് കുറച്ച് റെഡ് കൊടുത്ത് മിക്സ് ചെയ്താൽ ആ ഒരു കളർ കിട്ടും. പിന്നെ തിണ്ടാണ്, തിണ്ടിന് റെഡ് വളരെ കുറച്ച് ബ്ലൂവും ചേർത്താൽ ആ ഒരു തിണ്ടിൻ്റെ കളറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ബ്ലാക്ക് നമ്മൾ ഒരിക്കലും നേരിട്ട് എടുക്കരുത്. ഇവിടെ പ്രഷ്യൻ ബ്ലൂവും റെഡും ആണ് ചേർന്നിട്ടുള്ളത്. പ്രഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി കൂടിയ ബ്ലൂ ആണ്. അതും കുറച്ച് റെഡ് കൊടുത്താൽ തന്നെ ആ ഒരു കളർ കിട്ടും. വാഴ വരക്കുമ്പോൾ നമ്മൾ കുറ്റിച്ചെടി വരച്ച അതേ ഒരു നിയമം തന്നെയാണ് ഇവിടെ. ആദ്യം ലെമൺ യെല്ലോ, അതിൻ്റെ മേലെ കുറച്ച് സാപ്പ് ഗ്രീന് വളരെ കുറച്ചെടുക്കുക. അതുപോലെ വാഴൻ്റെ ഈ ലൈനുകളൊക്കെ വരക്കണമെങ്കിൽ സാപ്പ് ഗ്രീന് കുറച്ച് കട്ടിയിലെടുത്തിട്ട് നല്ല ബ്രഷ് ഷാർപ്പ് ചെയ്ത് കണ്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചാൽ വാഴയുടെ ആ ലൈനൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. വാട്ടർ കളർ പരിശീലന ക്ലാസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.